നിങ്ങൾക്കൊരു വണ്ടി മേടിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ് റീലായിട്ട് ചെയ്യുന്നത്. അതായത് പേപ്പർ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് നമ്മൾ ശ്രദ്ധിക്കണം. പേപ്പർ വർക്ക് ഏത് EMI ആണ് ഇട്ടേക്കുന്നത്, EMI ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കുക. അത് ഏത് EMI ആണ്, ബുസാന് അതുപോലെ കുറച്ച് വള്ളിക്കെട്ടായിട്ടുള്ള കുറച്ച് EMI പണ്ട് പൂട്ടിപ്പോയ കുറച്ച് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇന്നോസ് കിട്ടുന്നതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. പിന്നെ പെൻഡിങ് ബൗൺസ് ചാർജിങ് കാര്യങ്ങളൊക്കെ വല്ലതും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് വണ്ടിയുടെ ക്രാങ്ക് പോലുള്ള അല്ലെങ്കിൽ സിലിണ്ടർ പോലുള്ള വൈറ്റ് സ്മോക്ക്, അതുപോലെ തന്നെ ഹെഡിൻ്റെ ഡൂക്കിനൊക്കെ ആണെങ്കിൽ ഹെഡിന് പണിയുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. ABS വർക്ക് ഉള്ള വണ്ടിയാണെങ്കിൽ ABS വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ മറ്റുള്ള ഇപ്പം FC വെർഷൻ 3 പോലുള്ള വണ്ടികളിൽ ഷാഫ്റ്റിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആയ ചില വണ്ടികളിലൊക്കെ ചിലർ വെൽഡ് ചെയ്ത് വെക്കും. അപ്പോൾ ആ വെൽഡ് ചെയ്ത വണ്ടിയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് മെനക്കെട്ടിട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മോട്ടോവാൾട്ട് ബൈക്ക് ഗ്യാരേജിൽ കൂടെ നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. അഥവാ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ പണിയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണ് കംപ്ലൈൻറ്റ്, ചെറിയ ചെറിയ പണിയുള്ള വണ്ടികളെ നമ്മൾ എടുക്കാറുള്ളൂ. മീറ്റർ പോയതും ചെയിൻ സ്പ്രോക്കറ്റ് കംപ്ലൈൻറ്റ് അതൊക്കെ നമ്മൾ മാക്സിമം എടുക്കാറുള്ളൂ. അല്ലാതെ എഞ്ചിൻ പരമായിട്ട് കംപ്ലൈൻ്റ് ഉള്ള വണ്ടി നമ്മൾ എടുക്കാറില്ല. അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വില കുറച്ചാണ് കൊടുക്കാൻ ശ്രമിക്കാറ്.